സോണിയ സോണിയ ਸੋਹਣੀਏ ਕਾਲੇ ਰੰਗ ਦਾ ਪਰਾਂਦਾ ਮੇਰੇ ਸੱਜਣਾ ਨੇ ਆਂਦਾ ਸੋਹਣੀਏ ਡੰਗ 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 ਕਾਲੇ ਰੰਗ ਦਾ ਪਰਾਂਦਾ ਮੇਰੇ ਸੱਜਣਾ ਨੇ ਆਂਦਾ ਸੋਹਣੀਏ ओ मैं पप्पा पार नच्चा मेरे यार सोनिए ए सदके मैं जावा सोनिए नी हाय लख बार सोनिए ओ जिंद तेरे नाम नी सोनिए ओ निरा तेरा जानी सोनिए അങ്ങേക്ക് ഇഷ്ടമായോ? ഇഷ്ടമായി. ഞങ്ങളുടെ കുടുംബത്തിന്റെ 3ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ്. എല്ലാവരും എത്തിക്കഴിഞ്ഞു. വളരെ സന്തോഷം. സർ, 3 ദരിദ്രർ അങ്ങയെ കാണാൻ വന്നു നിൽക്കുന്നു. ഈ സന്തോഷവേളയിൽ അങ്ങയെ കാണാൻ 3 ദരിദ്ര നാരായണന്മാർ വന്നു നിൽക്കുന്നുവെന്ന് വിളിക്കട്ടെ? വിളിക്കണം. വരൂ, ഇങ്ങോട്ട്. ഇതാണ് നമ്മുടെ ആള്. കണ്ടില്ലേ, 3 ദരിദ്ര നാരായണന്മാർ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലാണ്. പട്ടിണി, കൊടുംപട്ടിണി. കണ്ടാലും പറയും. അരിയാഹാരം കഴിച്ചിട്ട് 6 മാസമായി. ചിക്കനും മട്ടനും എത്ര നാൾ കഴിയും? ശരിയാ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഓ, അങ്ങേക്ക് മനസ്സിലായോ ഇവരെ? പാവം മനുഷ്യര്. കണ്ടില്ലേ, പട്ടിണി കൊണ്ട് മെലിഞ്ഞ് എല്ലും തോലുമായിരിക്കുന്നത്. കഴിഞ്ഞ 6 മാസമായി 1 പൈസ പോലും ഇവരുടെ ഉൽപ്പന്നത്തിന് നമ്മൾ കൂട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ പരാതി പറച്ചത്. നിങ്ങൾക്ക് എത്രയാ കൂട്ടേണ്ടത്? പെട്രോളിന്റെ വില എത്രയും പെട്ടെന്ന് കൂട്ടണം. കൂട്ടാമോ? 1 അടിച്ചാൽ നോന്നാണ്. 2 അടിക്ക്. യെസ്. എന്താ പരാതി? ഞങ്ങൾക്ക് കഴിഞ്ഞ 6 മാസം കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് നഷ്ടം. ശരിയാ, ലാഭത്തിൽ കോടിക്കണക്കിന് രൂപ നഷ്ടമുണ്ടായിരിക്കുന്നു. അപ്പൊ ലാഭം ഇരട്ടിച്ചു എന്നാണ് അർത്ഥം. അങ്ങേക്ക് ഈ കണക്കൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. 1 അടിക്ക്. ശരിയെന്നോ തെറ്റെന്നോ? അല്ല, കാര്യം ശരിയാ. നമുക്ക് സമയം വൈകാനില്ല. എത്ര രൂപ കൂട്ടണം? 10 രൂപ. മിനിമം ഒരു 10 രൂപയെങ്കിലും കൂട്ടിയാൽ പറ്റും. 10 രൂപ. ഓക്കെ പറഞ്ഞു. ആൾക്കാർ ബന്ധം ഹർത്താലും നടത്തും. ഇത്ര പെട്ടെന്ന് 2 എണ്ണം അടിക്കാൻ വരട്ടെ. 10 രൂപ കൂട്ടണം എന്നുള്ള ശരിയാ. പക്ഷെ അങ്ങനെ കൂട്ടാൻ പറ്റില്ല. എന്താ? ഇത് അനൗൺസ് ചെയ്യുമ്പോ തന്നെ ഹർത്താല് ബന്ദ് വരും. അതനുസരിച്ച് ഞങ്ങൾ ഒരു 2 രൂപ താഴോട്ട് കുറയ്ക്കും. ഓക്കെ. നിങ്ങൾക്ക് നഷ്ടം വരാതെ ഒരു 8 രൂപയായാൽ? 8 രൂപ ഓക്കെ, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ 1 മാസം കഴിയുമ്പോ വീണ്ടും കൂട്ടി തരണം. ഓക്കെ, എന്ത് വേണേ ചെയ്യാമെന്നാ പറയുന്നത്. തൽക്കാലം അത് ചെയ്യാം. എന്താ ഇവരോട് പറയാനുള്ളത്? 100. ഓ, 100. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ 3 വർഷം കൊണ്ട് ഇത്രത്തോളം ഞങ്ങൾ എത്തിച്ചു. ഇനി വരുന്ന 2 വർഷം കൊണ്ട് എല്ലാത്തിനും അദ്ദേഹം 100 എന്നാണ് പറയുന്നത്. എന്താ 100 എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ പെട്രോളിനും 100, $1 അതായത് 1 ലിറ്റർ പെട്രോൾ ഈസ് ഈക്വൽ ടു $1. ഹാപ്പി ആയോ? ഹാപ്പി. അപ്പൊ ആ പാട്ട് എന്നോടെ പാടി. അയ്യോ, അഭിലാഷ് പോയോ? ഡോളറിന്റെ സന്തോഷത്തിൽ പെട്ടെന്നാവട്ടെ. മഞ്ഞണി പാടമകലേ പുഞ്ചിരി ചേലിലുണരേ ഓ ചോളം കൊയ്ത് കുറുകൂ തെന്നലേ ഈ പഞ്ചാബിന്റെ കുളിരും നെഞ്ചമേ.
ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വരുമായിരുന്നല്ലോ, അതിന് മുമ്പ് തുടങ്ങിയ. സാധാരണഗതിയില് നാടകം തുടങ്ങി തീർന്നാലേ ജോബി നാടകം കളിക്കാൻ വരൂ. ഇന്നിപ്പോ തുടങ്ങിയപ്പോഴെങ്കിലും എത്തി. അല്ല, ഞാൻ ശ്രദ്ധിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഡൽഹിയിലെ പഞ്ചാബിലെക്കാരാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. നാടകം തുടങ്ങുമ്പോ വരാത്തത് ഞങ്ങള് ഈ വേദിയിൽ പ്രതികരിക്കുകയാണ് പതിവ്. എന്ത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്നു അത് ഞങ്ങൾ പ്രതികരിച്ചു. പെട്രോൾ വില കൂട്ടുന്നത് നമ്മുടെ പ്രശ്നമല്ലേ? വേണ്ട വേണ്ട, ഈ ചർച്ച വേണ്ട, ചർച്ച വേണ്ട. ജോബി സാധാരണ ഞാൻ പറഞ്ഞല്ലോ നാടകം കഴിഞ്ഞേ വന്ന് കയറാറുള്ളൂ. ഇന്ന് നേരത്തെ എത്തിയത് കൊണ്ടാണ്. നിങ്ങൾ ഇത് നോക്കി സമയം കളയണ്ട. എല്ലാരും പോയി കഥാപാത്രങ്ങൾ ഡ്രസ് ചെയ്യും. നമുക്ക് നാടകം പൂർത്തിയാക്കണം. പോയി ഡ്രസ് ചെയ്യും. മണിക്കുട്ടനും പോണം, ഞാനും പോണം. പോയി മണിക്കുട്ട, ദയവ് ചെയ്ത് ഡ്രസ് ചേഞ്ച്. ജോബി, ദയവ് ചെയ്ത് നീ ഇങ്ങനെ ചതിക്കരുത്. ഞാൻ അത്യാവശ്യമായിട്ട് പോയതുകൊണ്ടല്ലേ. ഇന്ന് ബാബുവിന്റെ 10ാം ചരമവാർഷികം നമ്മളിവിടെ ആഘോഷിക്കും. പക്ഷേ നല്ല രീതിയിൽ ഞങ്ങൾ ആ പെട്രോൾ വില കൂട്ടിയതിനെ പറ്റി നാടകം ചെയ്ത ആ ബങ്കറ ഡാൻസ് ഒക്കെ കഴിച്ച് കൊഴുത്ത് വന്നപ്പോ നീ അത് മുഴുവൻ തകർത്ത് കളഞ്ഞല്ലോ. ഞാൻ സ്ഥലം വരെ പോയിരിക്കുകയായിരുന്നു. നീ എവിടെ പോയി? ഞാൻ അവിടെ പോയിരിക്കുകയായിരുന്നു. എവിടെ? കേരള രാഷ്ട്രീയം മുഴുവൻ ഇപ്പൊ തെക്കോട്ടെടുത്തിരിക്കുകയല്ലേ. തെക്കോട്ടെടുത്തോ? നമ്മുടെ നെയ്യാറ്റിൻകരയുണ്ട്. ഇങ്ങനെ പോയാ എല്ലാരെയും തെക്കോട്ട് എടുക്കേണ്ടി വരും. അല്ല, ഞാൻ അവിടെ പോയിരുന്നത് എന്തൊരു രസമായിരുന്നു ഇന്നലെ. ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് വന്നതും ജനത്തിന്റെ എന്തൊരു ജനം തിങ്ങിക്കൂടി നിൽക്കായിരുന്നു. അദ്ദേഹം അടിച്ച് മുന്നിട്ടൊക്കെ പോയില്ലേ. പോയ ഉടൻ വിപ്ലവഗാനം എടുത്തിട്ട് കൊടുത്തു. വിപ്ലവഗാനത്തിൽ ഞാൻ കരുത്ത് വരികയായിരുന്നു. ഒരു വഴി കേട്ടതോടുകൂടി എല്ലാരെയും ഇതായി. വിപ്ലവഗാനം കേട്ടതോടുകൂടി മനസ്സിലായില്ല. നീ തെളിച്ച് പാട്. ഇല്ല, പാട്ട് പാട്. ഇത് വന്നത് ജനം എങ്ങനെ തുടിച്ച് തലമുറ തോറും കൊടുത്ത താരതരങ്ങൾ. എങ്ങനെ? അതല്ല, വിരിഞ്ഞു താമരകുളങ്ങൾ. ഇത് കേട്ടോടെ ജനം അന്തം വിട്ടുപോയി. ഓ, ചുമ്മാതല്ലപ്പം മറ്റുള്ളവർ പറഞ്ഞത് രഹസ്യധാരണ ഉണ്ടല്ലോ. താമര മുകളങ്ങൾ വിരിയുമോ? എന്തോ ഇപ്പൊ ജനത്തിന്റെ മുന്നിൽ തലപ്പൊന്ന് ചെമ്പരത്തി വെച്ചോണ്ടാണ് നടക്കുന്നത്. ചെമ്പരത്തിയാണോ വിരിച്ചിരിക്കുന്നത്? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. നമ്മൾ പ്രതികരിക്കേണ്ടേ അതിനെതിരായിട്ട്? ഇവിടെ വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ പ്രതികരിക്കുന്നുണ്ട് നമ്മുടേതായ രീതിയിൽ. ഇനി എന്താ നീ ഉദ്ദേശിക്കുന്നത്? അയ്യോ, ഇതല്ല. നമുക്കതിനേക്കാൾ വലിയൊരു കത്തിച്ചൊരിക്കുന്ന ഒരു പ്രശ്നം നടക്കുകയല്ലേ ഇവിടെ. കേരളം മുഴുവൻ ഇപ്പൊ കത്തിയൊരിക്കുന്ന പ്രശ്നം അതാണ്. ഓ, അത് ശരി. കത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം അതാണ്. അതിനെതിരെ പ്രതികരിക്കണം. ഇവിടെ സാഹിത്യ നായകന്മാരും മൗനോട്ട് നിൽക്കുന്ന പ്രശ്നം എന്താണ്? അതിനെതിരെ നമ്മൾ പ്രതികരിക്കണം എന്നേ ഞാൻ പറഞ്ഞു. പ്രതികരണം ദുഃഖമാണ് ജോബി, മൗനമാണ് സുഖപ്രദം. അയ്യോ, നമ്മളങ്ങനെ അല്ലല്ലോ ഇത്രയും നാള്. പ്രത്യേകിച്ച് ബാബു സാറിന്റെ ഒരു സംഭവം വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിച്ചിരിക്കണം. ഭരണഘടനയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും നാള് ഓരോ ഇത് വരുമ്പോഴത്തേക്ക് മാസത്തോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ശരി ശരി, സമ്മതിച്ചു. നമുക്ക് പ്രതികരിക്കാം. നീ പ്രതികരണം 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 എന്ന് പറയുന്നോണ്ട് പ്രതികരണം കണ്ടുപിടിച്ച ആളുടെ കഥ തന്നെ നമുക്ക് നാടകമാക്കാം. ഐവാൻ പാവ്ലോവ്. പാവ്ലോവും പട്ടിക്കുട്ടിയും സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? എന്താ കഥ ഒന്ന് പറഞ്ഞു. അന്ന് ഞാൻ ക്ലാസ്സിൽ പോയില്ല. നീ ഇതെന്തോ ഈ പറഞ്ഞ? പാവ്ലോവിന്റെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. പാവ്ലോവ് റഷ്യൻ ശാസ്ത്രജ്ഞനാണ്. തന്റെ പരീക്ഷണശാലയിൽ മൃഗങ്ങളെ, പ്രത്യേകിച്ചും പട്ടികളെയാണ് അദ്ദേഹം പരീക്ഷണത്തിന് ഉപയോഗിച്ചത്. പട്ടിയെ കൊണ്ടുവരുന്നു, ആഹാര സാധനം കാണിക്കുന്നു. പട്ടിയെ ആഹാര സാധനം കാണിക്കുമ്പോ പട്ടിയുടെ വായിൽ നിന്നും ധാരധാരയായി ഉമിനീരൊഴുകുന്നു. ഒഴുകും. അതാണ് പരീക്ഷണത്തിന്റെ തുടക്കം. വീണ്ടും പട്ടിയെ കൊണ്ടുവരുന്നു, ആഹാര സാധനം കാണിക്കുന്നു, കയ്യിലിരിക്കുന്ന മണി അടിക്കുന്നു. അപ്പോഴും വായിൽ നിന്ന് ധാരധാരയായി ഉമിനീരൊഴുകുന്നു. മൂന്നാമത് പട്ടിയെ കൊണ്ടുവരുന്നു, മണി അടിക്കുന്നു, ഉമിനീരൊഴുകുന്നു. വേണ്ട. ഇതിൽ നിന്ന് നിനക്ക് എന്ത് മനസ്സിലായി? എനിക്ക് മനസ്സിലായി. അങ്ങ് റഷ്യയിലല്ല, ഇവിടെ ഇപ്പൊ മണി തന്നെയാണ് പ്രശ്നം എന്ന് മനസ്സിലായി. ആ മണിയല്ലത്, ഈ മണി. എന്തായാലും മണി എന്നുള്ളതാണല്ലോ. അതെ. അപ്പൊ ഇതാണ് ലോകത്തിൽ ആദ്യമായിട്ട് പ്രതികരിപ്പിക്കാൻ പഠിപ്പിച്ച വിദ്യ, കണ്ടീഷൻഡ് റിഫ്ലെക്സ്. അതായത് ആദ്യം ആഹാരം കാണിക്കുന്നു, പട്ടി കുരയ്ക്കുന്നു, അതിനുശേഷം
പണിയടിക്കുന്നു. അതേ ഉള്ളൂ. ഇനി നീ ഇത് പറയണ്ട. പക്ഷെ നമ്മള് ആഹാരം ഒന്നും കൊണ്ടൊന്നും ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഇത് വെച്ചുകൊണ്ട് ഒരു നാടകം കളിക്കും. പക്ഷേ പട്ടി ആരാവും? നീ തന്നെ പട്ടി. അപ്പൊ പട്ടി നീ, പാവലോ ഉണ്ട്. നമുക്ക് ഉടൻ തന്നെ നാടകം. പാവലോ ഞാൻ തന്നെ. ശാസ്ത്രജ്ഞ വരൂ, നമുക്ക് നാടകം തുടങ്ങിക്കളയാം. ഈ തൊപ്പി ഞാൻ വെക്കണോ? മണി പിടിച്ചു. വെറുതെ അടിച്ചാൽ ശരിയാവില്ല. ഇതെന്താ ഇത്? പട്ടിയുടെ ചെയിൻ. ആ ശരി. ഇത് പാവലോവിന് കെട്ടാനുള്ള തൈയാണ്. പട്ടിയാകുമ്പോ പാല് വേണം. ഇത് പാല് പറകിലല്ലേ? അത് ആട്ടിയാ മതി. പക്ഷെ ആവശ്യത്തിന് ആട്ടണം. ഓക്കെ, പട്ടി റെഡി. എന്റെ സഹശാസ്ത്രജ്ഞനാണ്. അല്പം ഇത് കൺട്രോൾ ഇല്ലാത്ത ആളാണ്. കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് പരീക്ഷണം തുടങ്ങാം. മണി തരും. കളിച്ചില്ലേ പട്ടിയായിട്ട്? അപ്പോഴേ ചാടി പിടിച്ചില്ലേ? ബിസ്ക്കറ്റ് തരും. ക്യാച്ച്. ഇനിയും കളിയില്ല, കാര്യം മാത്രം. യെസ്, ടേക്ക് യുവർ പൊസിഷൻ. ഇത് നമ്മുടെ പരീക്ഷണശാലയാണ്. പട്ടിക്കുട്ടി, ഒരു അന്യൻ ഈ വീട്ടിനുള്ളിൽ വന്നാൽ, ഒരു തെറ്റ് കണ്ടാൽ നീ കുരയ്ക്കണം. എങ്ങനെ കുരയ്ക്കും? എപ്പോൾ കുരയ്ക്കും? ഈ വരുന്ന ആള് കുറ്റക്കാരനാണ്, കള്ളനാണ്, കൊലപാതകിയാണ്, തെറ്റുകാരനാണ് എന്ന് നീ എങ്ങനെ അറിയും? ഞാൻ മണിയടിക്കും. അല്ല, ഞാൻ എപ്പോ മണിയടിക്കുമോ അപ്പോ നീ കുരയ്ക്കണം. ഓക്കെ, പരീക്ഷണം തുടങ്ങാം. അങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. അതെ, അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ. അയ്യോ, പറഞ്ഞു തീർന്നില്ല. അന്യനെ പോലൊരാള്. മിടുക്കൻ. അവൻ ഒരു അന്യനാണ്. ഇത് ഇവിടെ 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 ഇവൾ വെറുക്കപ്പെട്ടവളാണ്. അതെ, ഈ നാട്ടിലെ മുഴുവൻ കുഴപ്പങ്ങളുടെയും ഹോൾസെയിലാണ്. സൂക്ഷിക്കണം. നമ്മുടെ കോമ്പൗണ്ടിനകത്ത് കയറ്റാൻ പാടില്ല. മിടുക്കൻ മിടുക്കൻ. നിൽക്ക്, അടങ്ങ്. എന്തിനാ നീ കുറച്ചത്? ഇല്ല ഇല്ല, നിർത്ത് നിർത്ത്. ഒരിക്കേണ്ടപ്പോൾ ഞാൻ മണി അടിക്കുമെന്ന് പറഞ്ഞില്ലേ? നിർത്ത് നിർത്ത്. വേണ്ട വേണ്ട, ഇവിടെ നിൽക്കൂ. ഞാൻ പറയുന്നത് കേൾക്ക്. നിനക്ക് തോന്നുമ്പോ കുരയ്ക്കാനുള്ളതല്ല. ഞാൻ മണിയടിക്കും. മണിയടിക്കുമ്പോ നീ കുരച്ചാ മതി. അവൻ തെറ്റ് കാണിച്ചവനായിരുന്നത് പണ്ട്. അന്ന് അവൻ അന്യനായിരുന്നു. ഇന്ന് അവൻ എനിക്ക് പ്രിയമുള്ളവനാണ്.
നിനക്ക് എന്താ പ്രശ്നം? വെറുക്കപ്പെട്ടവൾ. നിർത്ത്. ഞാൻ പണി അടിച്ചില്ലല്ലോ. വെറുക്കപ്പെട്ടവൾ. മനസ്സിലായി? അല്ല, ശ്രദ്ധിക്ക്. നീ നിന്റെ പാഠങ്ങൾ തെറ്റിച്ചു. ഞാൻ മണി അടിക്കുമ്പോൾ മാത്രമേ നീ കുരയ്ക്കാവൂ. പക്ഷെ അവൾ തെറ്റുകാരിയാണല്ലോ. അല്ല, അതെങ്ങനെയാവും? അവൾ വെറുക്കപ്പെട്ടവളായിരുന്നിരിക്കാം. ഇന്നവൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട. തെറ്റ് കണ്ടാൽ ഞാൻ എതിർക്കും. മതി മതി, കളി നിർത്തു. മാറി നിൽക്കൂ, മാറി നിൽക്കൂ. സ്വന്തം വീട്ടിലെ യജമാനെ പട്ടി തിരിച്ചു കടിച്ചാൽ അതിന് പേ പിടിച്ചു. ഇനി നിനക്ക് ഇവിടെ സ്ഥാനമില്ല. ഈ വീടിന് പുറത്ത് കിടക്കും. ഇപ്പൊ ഞാൻ പൊതുവഴിയിലാണ്. എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ കുറയ്ക്കാം. തെറ്റ് കണ്ട ഞാൻ കുറയ്ക്കും. അതാണ് ഒരു പട്ടിയുടെ ധർമ്മം. യജമാനെ തിരിച്ചു കടിക്കുന്ന പട്ടിക്ക് പേ പിടിച്ചു. പട്ടിക്ക് പേ പിടിച്ചാൽ കൊല്ലണം. പിന്നെ എന്തിനു വൈകുന്നു? എത്രയും വേഗം അത് ചെയ്യൂ. തെറ്റ് കണ്ടാൽ പട്ടി കുറയ്ക്കും. കള്ളനെ കണ്ടാൽ പട്ടി കുറയ്ക്കും. നിങ്ങൾ ഈ പാവ പട്ടിയെ കൊന്നുവല്ലേ? നിങ്ങൾക്ക് ഈ പട്ടിയെ കൊല്ലാനേ ആവും, തോൽപ്പിക്കാനാവില്ല. ഇത് ഞങ്ങൾ എത്ര കണ്ടിരിക്കുന്നു. ഞങ്ങളെ കൊല്ലണ വെച്ച് ലിസ്റ്റ് എടുത്ത് കൊല്ലും. ഞങ്ങള് 13 പട്ടികളുടെ പട്ടിക തയ്യാറാക്കി. 1, 2, 3, 4. ഒന്നിനെ വെടിവെച്ചു കൊന്നു, ഒന്നിനെ കുത്തിക്കൊന്നു, ഒന്നിനെ അടിച്ചു കൊന്നു. അതാ ഞങ്ങളെ സ്റ്റൈല്. ഇനിയും കൊല്ലും. ഒന്നും മിണ്ടാതിരിക്ക്. എന്റെ കൊലയ്ക്ക് കൊടുത്തേ അടങ്ങുള്ളൂ. നിങ്ങൾ ഒന്ന് ഓർത്തു, ചത്ത പട്ടി ജീവനുള്ള പട്ടിയേക്കാൾ ശക്തനായിരിക്കും. സൂക്ഷിച്ചോ.
സ്വപ്നമായിരുന്നോ? അതെ. പക്ഷേ ഞാൻ നിങ്ങളിൽ ഒരാളായത്, എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ഈ സ്വപ്നമാണ്. അതാണ് ഇനി എന്റെ ജീവിത പ്രതീക്ഷ. നന്ദി, നമസ്കാരം.